ഹായ് എവരി വൺ, വെൽക്കം ടു V4 ലൈഫ്. V4 ലൈഫിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ സിലബസിലുള്ള ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രിയിലെ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ഫുഡിലെ ഡൈസാക്രൈഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. മോണോസാക്രൈഡ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഡൈസാക്രൈഡ്സിനെ കുറിച്ച് പഠിക്കാം. ഡൈസാക്രൈഡ്സ് എന്ന് പറയുന്നത് കമ്പോസ് ചെയ്തിരിക്കുന്നത് രണ്ട് മോണോസാക്രൈഡ്സ് കൊണ്ടാണ്. ഈ രണ്ട് മോണോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ മേ ബി ഡിസിമിലർ ആയിരിക്കാം, ചിലപ്പോൾ സിമിലർ ആയിരിക്കാം. And they will be held together by glycosidic bonds, and they are crystalline in nature, water soluble and sweet in taste. And they can be classified into two, that is reducing and non-reducing. Reducing sugars എന്ന് പറയുമ്പോൾ they have free aldehyde or free keto group. അങ്ങനെയാണ് നമ്മൾ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് വിളിക്കുക. അതായത് ഈ പറയുന്ന ഷുഗേഴ്സിന് എല്ലാവർക്കും ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാൾട്ടോ ഷുഗർ ആണെങ്കിൽ ആൽഡിഹൈഡ് ഉണ്ടാവും, അത് ഫസ്റ്റ് കാർബണിലായിരിക്കും. ഇൻ കേസ് ഓഫ് കീറ്റോ ഷുഗർ ദ കീറ്റോ ഗ്രൂപ്പ് ഈസ് ഇൻ സെക്കൻഡ് കാർബൺ ആയിരിക്കും അല്ലേ. പക്ഷേ ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ക്യാരി ചെയ്യുന്ന കാർബൺ ആറ്റംസ് ആണ് ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കില്ല. കാരണം എന്താണ്, അവർ ബോണ്ട് ഫോർമേഷനിൽ ലിങ്ക് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഫ്രീ ആയിരിക്കില്ല. അങ്ങനെയാണ് നമുക്കൊരു നോൺ റെഡ്യൂസിങ് ഷുഗറും റെഡ്യൂസിങ് ഷുഗറും ഉണ്ടാകുന്നത്. അപ്പോൾ റെഡ്യൂസിങ് ഷുഗർ ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതായത് അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാകുന്ന ക്യാരി ചെയ്യുന്ന കാർബൺ ആറ്റംസ് ആയിരിക്കില്ല ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ നോൺ റെഡ്യൂസിങ് ഷുഗറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി പറഞ്ഞ പോലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ക്യാരി ചെയ്യുന്ന കാർബൺ ആറ്റംസ് ആണ് ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കില്ല. ദേ ആർ ഇൻവോൾവ് ഇൻ ബോണ്ട് ഫോർമേഷൻ. ഇനി നമുക്ക് ഇവർക്ക് എക്സാമ്പിൾസും കൂടെ നോക്കാം. റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്ന എല്ലാം ഡൈസാക്രൈഡ്സ് ആയിട്ടുള്ള മാൾട്ടോസ്, ലാക്ടോസ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിളാണ് സൂക്രോസ് ആൻഡ് ട്രിഹാലോസ്. ഇനി നമുക്ക് ഓരോ ഷുഗേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് മാൾട്ടോസ്. മാൾട്ടോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 glucose units held together by alpha-1,4 glycosidic bond. അതുകൊണ്ട് തന്നെ അവരൊരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് C1 ഓഫ് സെക്കൻഡ് ഗ്ലൂക്കോസിലെ. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡ്യൂസിങ് ഷുഗർ എന്ന് അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് നോക്കാം അവരുടെ ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പ് വന്നതെന്നുള്ളത്. നമ്മൾ പറഞ്ഞു alpha-1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണെന്നുള്ളത് അല്ലേ. അതായത് ഫസ്റ്റ് ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് കാർബണും സെക്കൻഡ് ഗ്ലൂക്കോസിൻ്റെ ഫോർത്ത് കാർബണും തമ്മിലാണ് ഇവിടെ ലിങ്കേജ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് കാർബൺ ഫ്രീ ആണ്. ഈ പറയുന്ന ഫസ്റ്റ് കാർബണിലാണ് നമ്മുടെ പറയുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് കാർബൺ ഫ്രീ ആയതുകൊണ്ട് അവർക്കൊരു ഫ്രീ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ദാറ്റ് മേക്ക് ദ റെഡ്യൂസിങ് ഷുഗർ. റെഡ്യൂസിങ് ഷുഗർ ആയതുകൊണ്ട് തന്നെ ഇവർ ഓസോൺ ടെസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതായത് സൺഫ്ലവർ ഷേപ്പിലുള്ള ക്രിസ്റ്റൽസാണ് അവർക്ക് കിട്ടുക നമ്മൾ ഓസോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ. അതിന് നമ്മൾക്കിതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസിനെ കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മളിവരെ കോമൺ ആയിട്ട് മാൾട്ട് ഷുഗർ എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെ ജെർമിനേറ്റിംഗ് ഗ്രെയിൻസ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് അവരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുള്ളത്. അതുകൊണ്ട് നമ്മളതിനെ മാൾട്ട് ഷുഗർ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ഡൈസാക്രൈഡ്, ദാറ്റ് ഈസ് സുക്രോസ്. സുക്രോസ് ഈസ് ഓൾസോ നോൺ ആസ് കെയിൻ ഷുഗർ. കെയിൻ ഷുഗർ എന്ന് അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഷുഗർ കെയിനും ഷുഗർ ബീറ്റ്സിനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരുടെ കെയിൻ ഷുഗർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് സുക്രോസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ആൻഡ് ദ ലിങ്കേജ് ഈസ് alpha-1 beta-2. നോക്കുക, alpha-1 beta-2 ലിങ്കേജാണ് സുക്രോസിനുള്ളത്. അതുകൊണ്ട് തന്നെ സുക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. എന്തുകൊണ്ടാണത് നോൺ റെഡ്യൂസിങ് ഷുഗർ ആയത്? അതായത് ഫസ്റ്റ് കാർബൺ, അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ ലിങ്കേജ് പറയാം, അത് alpha-1 ആണ്. alpha-1 എന്ന് പറയുമ്പോൾ C1 ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് C2 ഓഫ് ഫ്രക്ടോസ് ആണ്. C1 ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് C1 പൊസിഷൻ, അതായത് ഫസ്റ്റ് കാർബണിലാണ്. അപ്പോൾ അത് ഫ്രീ അല്ല അല്ലേ, അത് ബോണ്ട് ഫോർമേഷനിലാണ്. ഇനി ഫ്രക്ടോസിൻ്റെ കാര്യം നോക്കുക. C2 ഓഫ് ഫ്രക്ടോസ് ആണ് ബോണ്ട് ഫോർമേഷനുള്ളത്. C2 തന്നെയാണ് അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള കീറ്റോ ഗ്രൂപ്പ് ഇരിക്കുന്നത്. അപ്പോൾ 2 മോളിക്യൂൾസിൻ്റെയും, അതായത് ഇപ്പോൾ 2 മോണോസാക്രൈഡ്സിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ബോണ്ട് ഫോർമേഷനിലാണ് C1 ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് C2 ഓഫ് ഫ്രക്ടോസ്. സോ ദർ വിൽ ബി നോ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓർ കീറ്റോ ഗ്രൂപ്പ്. സോ ദാറ്റ് മേക്ക് ദം നോൺ റെഡ്യൂസിങ് ഷുഗർ. ഇനി നോൺ റെഡ്യൂസിങ് ഷുഗർ ആയതുകൊണ്ട് തന്നെ ഇവർ ഓസോൺ ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് തരില്ല, ഓസോൺസ് ഫോം ചെയ്യുന്നില്ല. ആൻഡ് സുക്രോസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഡയറ്ററി കാർബോഹൈഡ്രേറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് സ്വീറ്റ്. സുക്രോസിന് നമുക്ക് സ്വീറ്റനിങ് ഏജൻ്റായിട്ട് ഫുഡ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇൻവേർഷൻ ഓഫ് സുക്രോസ് എന്താണെന്ന് നോക്കാം. അതായത് സുക്രോസ് നമ്മൾ ഇൻവേർട്ട് ഷുഗർ എന്ന പേരിലും കൂടി അറിയപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം നമുക്ക് നോക്കാം.
അതായത് സുക്രോസിന് നമ്മൾ സുക്രേസ് എന്ന് പറയുന്ന എൻസൈം വഴി ഹൈഡ്രോളൈസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യണമെങ്കിൽ ആസിഡ് ആൽക്കലി ഒടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മതി. അപ്പോൾ വെനെവർ ദേ അണ്ടർഗോൺ ഹൈഡ്രോളിസിസ് ദാറ്റ് വിൽ ബി ഹൈഡ്രോളൈസ്ഡ് ടു ഫോം ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. നമുക്കറിയാം അല്ലേ, ഗ്ലൂക്കോസ് കൊണ്ട് ഫ്രക്ടോസ് കൊണ്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നതും അവർ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നോർമലി ഡി ഫോമിൽ തന്നെയായിരിക്കും. ആൻഡ് ഓൾസോ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ആദ്യം ഫോം ചെയ്യുന്നത് ഡി ഫോമിൽ തന്നെയായിരിക്കും. ഡി ഫോം എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി. നമ്മൾ ഡി ഫോം ആൻഡ് എൽ ഫോം എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. നമ്മളത് മോണോസാക്കറൈഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ അനോമേഴ്സ്, ആൽഫ അനോമർ, ബീറ്റ അനോമർ പഠിച്ചു. അതുപോലെ തന്നെ ഡി ഫോം ആൻഡ് എൽ ഫോംസ് ഒക്കെ പഠിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ വീഡിയോ കാണുക, എന്നിട്ട് എന്താണെന്നൊന്നും പഠിച്ചിട്ട് വേണം ഈ വീഡിയോയിൽ നമ്മൾ കാണണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഇനി എന്താണ് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതായത് ഡി ഫോമിൽ തന്നെയാണ് ആദ്യം പറയുന്ന ഗ്ലൂക്കോസും ഫ്രക്ടോസും ഫോം ചെയ്യുന്നത്. ഡി ഫോം എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് കേട്ടോ. ഇനി ഈ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഓഫ് ഫ്രക്ടോസ് ഈസ് ലെസ് സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡി ഫോമിൽ നിന്ന് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്തിട്ട് എൽ ഫോമിലോട്ട് മാറും. അപ്പം അങ്ങനെ ഒരു ഡി ഫോമിൽ നിന്ന് എൽ ഫോമിലോട്ടുള്ള ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ ഇൻവേർഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുക്രോസിനെ ഇൻവേർട്ട് ഷുഗർ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ടേം പഠിക്കാം. ദാറ്റ് ഈസ് സുക്രലൈസ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സുക്രലൈസ് ഈസ് നോൺ ആസ് എൻ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആൻഡ് കെമിക്കൽ നെയിം ഓഫ് സുക്രലൈസ് ഈസ് ട്രൈക്ലോറോ സുക്രേസ് ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് 500 times സ്വീറ്റർ ദൻ സുക്രോസ്. സൂക്രോസിനെങ്ങാട്ടും 500 times കൂടുതൽ സ്വീറ്റ്നെസ് ഉള്ളതാണ് സൂക്രോലൈസ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർക്കുള്ളത്. ആൻഡ് അത് ഡൈജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകിച്ചൊരു ന്യൂട്രീഷണൽ വാല്യൂ ഒന്നുമില്ല. പക്ഷേ അവർ കൂടുതൽ ആക്സെപ്റ്റബിൾ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ടേസ്റ്റ്, അതുപോലെ തന്നെ അവർ സേഫാണ് ആൻഡ് മോർ സ്റ്റേബിളാണ് എന്നുള്ള റീസൺസ് കൊണ്ടാണ് അവർ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഈ പറയുന്ന സൂക്രോലൈസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് സുക്രോലോസ് എന്ന് പറയുന്നത് കൂടുതലും യൂസ് ചെയ്യപ്പെടുന്നത് ബേക്കിംഗ് ഇൻഡസ്ട്രി, അതായത് ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇവർക്ക് കൂടുതൽ ഈ ഒരു ബേക്കറീസിലും അതുപോലെ തന്നെ കോൺഫെക്ഷണറീസിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഷെൽഫ് ലൈഫ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടാറുണ്ട്. മാത്രമല്ല അത് ഡെൻറ്റൽ കാരീസ് ഉണ്ടാക്കുന്നില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ അത് സേഫാണ്. ഡയബറ്റിക് ആൻഡ് നോൺ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അത് സേഫായിട്ട് കൺസപ്ഷൻ ചെയ്യാം. പിന്നെ സൂക്രലൈസ് എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സാണ് സാക്കറിൻ, സൈക്ലമേറ്റ്, അസ്പാർട്ടൈം എന്നൊക്കെ പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഡൈസാക്കറൈഡ് ആയിട്ടുള്ള ലാക്ടോസ് എന്താണെന്ന് വെളുത്ത് പഠിക്കാം. ലാക്ടോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് മിൽക്ക് ഷുഗർ എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത്. ആൻഡ് ഓർ അനിമൽ ഒറിജിനാണ് അവർക്കുള്ളത്. ആൻഡ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് കൊണ്ടാണ്. ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും β14 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. അതായത് C1 ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഫ്രീ ആണ് അവിടെ. അതായത് ഫസ്റ്റ് ഗാലക്ടോസിൻ്റെ ഫസ്റ്റ് കാർബണും ആൻഡ് ഗ്ലൂക്കോസിൻ്റെ 4th കാർബണും തമ്മിലാണ് ലിങ്കേജ് ഉള്ളത് അല്ലേ. നമുക്കറിയാം ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് കാർബൺ അവിടെ ഫ്രീ ആണ്. ഇവിടെ ഫസ്റ്റ് കാർബൺ അല്ലല്ല 4th കാർബണായിട്ടാണ് ബോണ്ട് ഫോർമേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് കാർബൺ ഈസ് ഫ്രീ, സോ ദാറ്റ് മേക്ക് ദം റെഡ്യൂസിങ് ഷുഗർ. ഇതാണ് നമ്മുടെ ലാക്ടോസിൻ്റെ സ്ട്രക്ചർ. ഫസ്റ്റത്തെ ഗാലക്ടോസും രണ്ടാമത്തെ ഗ്ലൂക്കോസുമാണ്. ഗാലക്ടോസിൻ്റെ ഫസ്റ്റ് കാർബണും ഗ്ലൂക്കോസിൻ്റെ 4th കാർബണും തമ്മിലാണ് ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് കാർബൺ ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഫ്രീ. ഫസ്റ്റ് കാർബണിലാണ് ഓൾറെഡി ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റെഡ്യൂസിങ് ഷുഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല റെഡ്യൂസിങ് ഷുഗർ ആയതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഓസ്റ്റോൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പഫ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് ആണ് കിട്ടുക. ആൻഡ് ലാക്ടോസിസ് മിൽക്ക് ഒറിജിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആ ഒരു പേര് അല്ലെങ്കിൽ മിൽക്ക് ഷുഗർ എന്ന പേരിലാണ് നമ്മൾ ലാക്ടോസ് കൂടുതൽ അറിയപ്പെടാറുള്ളത്. ആൻഡ് ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇവരുടെ ഹൈഡ്രോളൈസ് ചെയ്യപ്പെടുന്നത്. ഹൈഡ്രോളൈസ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഗ്ലൂക്കോസും ഗാലക്ടോസും തന്നെയായിരിക്കും. ആൻഡ് ഗാലക്ടോസ് എന്ന് പറയുന്നത് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടാറുണ്ട് ഇൻ യൂറിനിലൂടെ പീപ്പിൾ വിത്ത് ലാക്ടോസ് ഇൻടോളറൻസ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ട്. അതായത് ലാക്ടോസ് എന്ന് പറയുന്നത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ്. അത് ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ ലാക്ടോസ് എന്ന് പറയുന്നത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇനി ലാക്ടോസിനെ കുറിച്ച് കുറച്ചും കൂടി പറയാനാണെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷൻ ഓഫ് ലാക്ടോസിനെ കോസ് ചെയ്യും. അങ്ങനെ ലാക്ടിക് ആസിഡാണ് ഉണ്ടാവുക. ആൻഡ് റിയാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ഒരു സ്വാ ടേസ്റ്റിലേക്ക് മാറും. ഇനി നെക്സ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ലാക്ടുലോസ് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഡൈസാക്കറൈഡ് ആണ്. അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗാലക്ടോസ് കൊണ്ടും ഫ്രക്ടോസ് കൊണ്ടാണ്.
നമ്മൾ ലാക്ടോസ് എന്ന് പറയുന്നത് കമ്പോസ് ഇരിക്കുന്നത് ഗ്ലൂക്കോസ് കൊണ്ടും ഗാലക്ടോസും ആണെങ്കിൽ ലാക്ടോസിലുള്ളത് ഗാലക്ടോസും ഫ്രക്ടോസുമാണ്. ആൻഡ് അത് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, അത് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കലോറിഫിക് വാല്യൂ ഇല്ലാത്തൊരു ഡൈസാക്കറൈഡാണ് ശരിക്കും ലാക്ടോസ് എന്ന് പറയുന്നത്. പക്ഷേ അത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിക്കാണ്. അതായത് അത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അമോണിയത്തിൻ്റെ ലെവൽ കൂടുമ്പോഴാണ്. പ്ലാസ്മയിൽ അമോണിയത്തിൻ്റെ ലെവൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഡിസോർഡറാണ് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ലാക്ടോസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഡൈസാക്കറൈഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും കൂടെ തന്നേക്കണേ. താങ്ക് യു ഓൾ.